ഭീകരരെ ചുട്ടരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് കാലപുരിക്ക് അയച്ചത്. ഇപ്പോഴിതാ അമേരിക്കയും ഭീകരരെ തവിടുപൊടിയാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഈ മാസം 2 തവണകളിലായി നടത്തിയ വ്യോമാക്രമണത്തിൽ 37 ഭീകരരെ വധിച്ചെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റിന്റെയും അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഹുറാസ് അൽ-ദീനിന്റെയും നിരവധി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സെപ്റ്റംബർ 16, സെപ്റ്റംബർ 24 തീയതികളിലാണ് സിറിയയിൽ ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായി സൂചനയില്ല. സെപ്റ്റംബർ 16-ന് സെൻട്രൽ സിറിയയിലെ ഒരു അജ്ഞാത സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരുന്ന IS ട്രെയിനിങ് ക്യാമ്പിലാണ് അമേരിക്ക വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 4 സിറിയൻ നേതാക്കൾ ഉൾപ്പെടെ 28 ഭീകരവാദികൾ കൊല്ലപ്പെട്ടെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും എതിരായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ISന്റെ കഴിവിനെ ഇല്ലാതാക്കുകയാണ് വ്യോമാക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. ISന്റെ തിരിച്ചുവരവ് തടയാനായി ഏകദേശം 900 US സേനകളാണ് സിറിയയിലുള്ളത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളെന്ന് ഇന്നലെ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച ബോംബുകൾ അമേരിക്കൻ നിർമ്മിത ഗൈഡഡ് ആയുധങ്ങളാണെന്ന് US സെനറ്ററെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബങ്കർ ബസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന 900 കിലോയുടെ മാർക്ക് 84 സീരീസ് ബോംബുകളാണ് കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള ആസ്ഥാനത്ത് പതിച്ചത്. NBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെനറ്റ് ആംഡ് സർവീസസ് എയർലാൻഡ് സബ് കമ്മിറ്റി അധ്യക്ഷൻ മാർക്ക് എലി നസ്രുള്ളയെ വധിക്കാനായി ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത്. ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ, JDAMകൾ എന്നിവയുടെ കൂടുതൽ ഉപയോഗം ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ആ ആയുധങ്ങൾ നൽകുന്നത് തുടരുന്നുണ്ട്. നസ്രുള്ളയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച 2000 പൗണ്ട് ബോംബ് അത് മാർക്ക് 84 സീരീസ് ബോംബാണ്, അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലോ പെന്റഗണോ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ ദീർഘകാല സഖ്യകക്ഷിയും ഏറ്റവും വലിയ ആയുധദാതാവുമാണ് US. ലെബനൻ തലസ്ഥാനത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ശക്തമായ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം പ്രതികാര ആക്രമണങ്ങളുടെ തരംഗമായിട്ടായിരുന്നു ഇസ്രായേൽ ബെയ്റൂട്ടിലേക്ക് വ്യോമാക്രമണം നടത്തിയത്. നസ്രുള്ളയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. സമൂഹമാധ്യമമായ Xലൂടെ ഇസ്രായേലി സൈന്യം തന്നെയാണ് കൊലപാതക വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ നസ്രുള്ളയ്ക്ക് സാധിക്കില്ല എന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ട്വീറ്റ്. പിന്നീട് ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങളിലൊന്നിൽ നസ്രുള്ളയുടെ മകൾ സൈനബ് കൊല്ലപ്പെട്ടതായി ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിരുന്നു.